ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നീർദോശയും മത്തി മുളകിട്ട കറിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ നീർദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി, 1/2 കപ്പ് ചിരികിയ നാളികേരം, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നീർദോശയ്ക്കുള്ള മാവ് നല്ല ലൂസായിട്ട് തന്നെ കിട്ടണം. ഇനിയും നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഈ മാവ് നന്നായി ഇളക്കി കൊടുത്ത് പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് മതിയാകും ഓരോ ദോശയും പാകമായി വരാൻ. പിന്നെ അധികം മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സൈഡ് ഭാഗത്ത് നിന്നും അടർന്നു വരുമ്പോൾ ഇതുപോലെ മടക്കിയെടുത്ത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. പിന്നെ ദോശയ്ക്ക് ഒന്നും കൂടി രുചി വേണമെങ്കിൽ മാവ് അരയ്ക്കുമ്പോൾ ഒരു കോഴിമുട്ട ചേർത്ത് അരച്ചാൽ മതി. നീർദോശയ്ക്ക് നല്ല സ്വാദ് ഉണ്ടാക്കും. ഇനി നമുക്ക് മത്തി മുളകിട്ടത് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ മത്തി വൃത്തിയാക്കി കഴുകിയെടുത്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ വരഞ്ഞെടുത്താൽ മസാല മീനിൽ നന്നായി പിടിക്കാൻ സഹായിക്കും. പിന്നെ 12 മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല നെയ്യുള്ളതാണെങ്കിൽ കറിക്ക് നല്ല സ്വാദും കൂടുകയും ചെയ്യും. പിന്നെ ഞാനിവിടെ മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് ചൂടാക്കിയെടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 12 ചുവന്നുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും 3 പച്ചമുളക് നടുക്കീറിയതും ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം. അങ്ങനെ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലകളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 3 ചെറിയ കുടംപുളി കുതിർത്തെടുത്ത വെള്ളമാണ്. കുടംപുളി കഴുകിയെടുത്ത് 1 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ആ വെള്ളം എടുത്തു മാറ്റി 1 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുത്ത് മീൻ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാകും മീൻ പാകമായി വരാൻ.
അങ്ങനെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുളകിട്ട മത്തിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നീർദോശക്കൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ്. പിന്നെ മത്തിക്കറി തലേദിവസം ഉണ്ടാക്കിയതാണെങ്കിൽ മത്തിക്കറിക്ക് നല്ല സ്വാദ് കൂടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.